നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് വി.ഡി. സതീശൻ സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ ചർച്ചയിലാക്കുന്ന നിരവധി സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാനം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനമാണ്. അതിനെതിരെ പാർട്ടിയിൽ തന്നെ ശക്തമായ എതിർപ്പ് ഉണ്ടാകുന്നു. വി.എം. സുധീരൻ മുഖ്യമന്ത്രി കത്തയക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. മറ്റൊന്ന്, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട മൈക്രോ ഫിനാൻസ് വിവാദം. അതിൽ സർക്കാർ നിലപാട് എന്താകും എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഒരുപിടി ചോദ്യങ്ങൾ ഈ സർക്കാർ അധികാരമേറ്റ് ഒരു മാസം പിന്നിടുമ്പോൾ സർക്കാരിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷത്തിന് ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകളുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. അതിൻ്റെ പുരോഗതി എന്താണ് എന്നുള്ളതിൻ്റെ വ്യക്തത വരേണ്ടതുണ്ട്. വിശദമായി തന്നെ ഈ വാർത്തകൾ നമുക്ക് പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ മുൻ സർക്കാരിനെയും ബഹിരാഷ്ട്ര കമ്പനികൾ സമീപിച്ചു. നികുതി ഘടനയിൽ തീരുമാനമാകാത്തതിനാൽ ഉൽപ്പാദനം തുടങ്ങിയില്ല. ഈ സർക്കാർ നികുതി ഇളവ് ഏർപ്പെടുത്തിയത് ബെക്കാഡി ഇന്ത്യ ലിമിറ്റഡിന് വേണ്ടിയെന്ന് പ്രതിപക്ഷം. എക്സൈസ് വകുപ്പ് അറിയാതെ എടുത്ത തീരുമാനത്തിൽ കോൺഗ്രസിലും ശക്തമായ എതിർപ്പ്. PM ശ്രീ വിവാദം നിയമസഭയിലേക്ക്. സഭയെ പ്രക്ഷുബ്ധമാക്കാൻ പ്രതിപക്ഷം. PM ശ്രീക്ക് അനുകൂല നിലപാടെടുക്കാൻ ലീഗിനു കഴിയില്ലെന്ന് ഫാത്തിമ തഹലിയ MLA. ഞങ്ങളുടെ പാർട്ടി അന്നെടുത്ത നിലപാടുണ്ട്. PM ശ്രീക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ആ രൂപത്തിൽ അന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇന്നും മറുപടി പറയുന്നു. അമ്മയിൽ ഗുരുതര ആരോപണങ്ങളുമായി താരങ്ങൾ നേർക്കുനേർ. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ രാജിപ്രഖ്യാപനം നടത്തി ലക്ഷ്യപ്രിയ ശ്വേതമേനോൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കു സാധ്യത. കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ പോലീസ്. കല്ലറയിൽ നിന്ന് ലഭിച്ചത് കാണാതായ ജോസ് കറിയുടെ മൃതദേഹമെന്ന് സംശയിച്ച കുടുംബം. ജോസിന് തിരോധാനത്തിൽ 7 വർഷം മുൻപ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. കല്ലറയിലെ പായിൽ പൊതിഞ്ഞ വസ്തു പരിശോധിക്കണമെന്ന് പള്ളി വികാരിയും ഇടവക അംഗങ്ങളും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ചൈനീസ് വിദേശകാര്യമന്ത്രിയും പങ്കെടുക്കും. പുത്തൻ സാങ്കേതികവിദ്യയും തീവ്രവാദ ഭീഷണിയും ചർച്ച ചെയ്യാൻ നേതാക്കൾ. ലോകകപ്പിൽ വീണ്ടും കേപ്പ് വെർഡയുടെ വിസ്മയം. യുറുഗ്വേക്കെതിരെ 2 ഗോൾ അടിച്ച് സമനില. സൗദിയെ മറുപടിയില്ലാത്ത 4 ഗോളിന് തകർത്ത് സ്പെയിൻ. ബെൽജിയം ഇറാൻ പോരാട്ടവും സമനിലയിൽ. 2ാം ജയം തേടി അർജന്റീന ഇന്നിറങ്ങും. UDF സർക്കാരിന്റെ മധുവിധുകാലം അങ്ങോട്ട് കഴിഞ്ഞ സമയം കൂടിയാണ്. 1 മാസം പിന്നിടുന്നു. അതിനുശേഷം ആദ്യമുണ്ടായ വിവാദങ്ങളിലൊന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ മദ്യത്തിന് ടാക്സ് കുറച്ചുകൊണ്ടുള്ള ബജറ്റിലെ പ്രഖ്യാപനമടക്കമുള്ള കാര്യങ്ങളാണ്. ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പ് ഉണ്ടാകുന്നു. എക്സൈസ് മന്ത്രി അറിയാതെയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു നീക്കം നടത്തിയത് എന്ന ആരോപണം പല വിധത്തിൽ ഉയരുന്നുണ്ട്. അത്തരമൊരു പ്രസ്താവന അല്ലെങ്കിൽ നിലപാട് എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ താല്പര്യമറിയിച്ച് കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ചില ബഹിരാഷ്ട്ര കമ്പനികൾ രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ്. ബെക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡാണ് നേരത്തെ ഇടത് സർക്കാരിനെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. നികുതി ഘടനയിൽ തീരുമാനമാകാത്തതുകൊണ്ട് ഉൽപ്പാദനം തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബെക്കാഡി ബ്രീസർ, ബെക്കാഡി പ്ലസ് എന്നിവ ഉൽപ്പാദിപ്പിക്കാനായിരുന്നു ശ്രമം. ഈ കമ്പനിക്ക് വേണ്ടിയാണ് കുറഞ്ഞ നികുതി ഏർപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഗുരുതരമായ ഒരു വിമർശനം. എക്സൈസ് വകുപ്പ് അറിയാതെ മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ എതിർപ്പുണ്ട്. തീരുമാനം പിൻവലിക്കണമെന്നാണ് VM സുധീരൻ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കത്തും നൽകി എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. VV അരുൺ വിവരങ്ങളുമായി ചേരും. അരുണ്, നേരത്തെ മനസ്സിലാക്കേണ്ടത് എക്സൈസ് മന്ത്രി കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഈ കമ്പനികൾ സമീപിച്ചിരുന്നു. അവിടെയും ഒരു നിലപാടുമായി ബന്ധപ്പെട്ട നികുതിയുമായി ബന്ധപ്പെട്ട തീരുമാനമാകാത്തതിൻ്റെ പേരിൽ ഉൽപ്പാദനം ആരംഭിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെയും രാഷ്ട്രീയമായ ചില സമ്മർദ്ദങ്ങളൊക്കെ അന്നത്തെ എക്സൈസ് മന്ത്രിയുടെ മേൽ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അന്നത്തെ കാര്യം അത് കൂടുതൽ ബലത്തോടെ ഈ സർക്കാരിലും ചുമത്താനുള്ള നീക്കത്തിലാണോ ഈ കമ്പനി?
രഞ്ജിത്ത്, മദ്യം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നാണ്. മദ്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് സംസ്ഥാനത്തിൻ്റെ ഖജനാവിനെ പിടിച്ചുയർത്തുന്ന പ്രധാനപ്പെട്ട ഒന്ന്. അതുപോലെ തന്നെ എന്നും മദ്യം തൊട്ടാൽ പൊള്ളുന്ന വിഷയവുമാണ് സംസ്ഥാനത്ത്. UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ, അത് സർക്കാർ അധികാരത്തിൽ ഒരു മാസം പീരീഡ് മുമ്പ് തന്നെ അവതരിപ്പിച്ച ബജറ്റിൽ വന്ന നിർദ്ദേശം ഇതിനകം രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. നമുക്കറിയാം 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പതനത്തിന് തന്നെ കാരണമായത്, തിരിച്ചു വരാതെ ഇരിക്കാൻ തന്നെ കാരണം മദ്യമാണ്. അന്ന് ബാറുകളുമായി ബന്ധപ്പെട്ട വിവാദമാണ്, മദ്യക്കോഴയാണ്. ഏതായാലും ഈ സർക്കാർ തുടക്കത്തിൽ തന്നെ മദ്യത്തിൻ്റെ ചൂട് അറിയുകയാണ്. ഏതായാലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുക. അത് ബജറ്റ് നിർദ്ദേശമായാണ് ആദ്യം വന്നത്. വൈനും വീര്യം കുറഞ്ഞ ധാന്യങ്ങൾ ഒഴികെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വൈൻ ഉൾപ്പെടെയുള്ള വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനായിരുന്നു തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാന്യങ്ങൾ ഒഴികെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ ഹോർട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കാൻ അന്ന് സർക്കാർ തീരുമാനമെടുത്തു. അതിനുവേണ്ടി മദ്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. കേരള സ്മോൾ സ്കെയിൽ വൈനറി റൂൾസ് 2022 എന്ന ചട്ടം അന്ന് സർക്കാർ രൂപീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത്. കേരള മൈക്രോ ഡിസ്റ്ററി റൂൾസ് എന്ന പേരിൽ ചട്ടനിർമ്മാണത്തിലുള്ള നടപടികളും അന്ന് സർക്കാർ തുടങ്ങിയിരുന്നു. വൻകിട ഡിസ്റ്ററികൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ ആലോചിച്ചിട്ടില്ല. അന്ന് സർക്കാരിന് മുന്നിൽ അപേക്ഷയുമായി എത്തിയത് ബെക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബഹുരാഷ്ട്ര കമ്പനിയാണ്. അത് സർക്കാർ തന്നെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നൽകിയ രേഖകൾ തന്നെ അത് വ്യക്തമാണ്. ബെക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നമായ ബക്കാഡി ഫ്രീസർ, ബക്കാഡി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ സംസ്ഥാനത്ത് ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള അനുമതിയാണ് അന്ന് ഇടത് സർക്കാരിനോട് തേടിയത്. ബക്കാഡി ബ്രീസറിൽ 4.8%, ബക്കാഡി പ്ലസിൽ 8% ഈഥൈൽ ആൽക്കഹോൾ മദ്യ കണ്ടന്റാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. 2023-22 വർഷത്തെ മദ്യ നയത്തിലാണ് സർക്കാർ അന്ന് ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ നയം പ്രകാരം 0.5 മുതൽ 20% വരെ ആൽക്കഹോൾ സ്ട്രെങ്ത് ആയിട്ടുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ട് വിദേശ മദ്യ ചട്ടത്തിൽ സർക്കാർ ഭേദഗതി വരുത്തിയിട്ടുമുണ്ട്. അതിനുശേഷമാണ് ഈ നടപടികളുമായി ബെക്കാഡി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചത്. എന്നാൽ അവർ അന്ന് അത് തുടങ്ങാതിരിക്കാൻ കാരണം ഇതിൻ്റെ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. പ്രത്യേക നികുതി അന്ന് ഈ തീരുമാനമെടുത്തെങ്കിലും ഇടതു സർക്കാർ പ്രത്യേക നികുതി ഈ മദ്യം ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ തീരുമാനം വെച്ചിരുന്നില്ല. 250% സംസ്ഥാനത്ത് മദ്യം, വിദേശ നിർമ്മിത മദ്യം ത്തിനുള്ള നികുതി കമ്പനികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ നികുതിയിൽ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ചാലും വിപണനം ചെയ്യേണ്ടി വരും. അത് കമ്പനികൾക്ക് നഷ്ടമാണ്. സംസ്ഥാന സർക്കാരിന് വലിയ നേട്ടമാകുന്ന, ബജറ്റിൽ ഖജനാവിന് വലിയ നേട്ടമാകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ആ തർക്കത്തെ നികുതി നിശ്ചയം നൽകാത്തതുകൊണ്ടാണ് സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന തീരുമാനം മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ബജറ്റ് അവതരിപ്പിച്ച ശേഷം നിയമസഭയിലെ മീഡിയ റൂമിൽ മുഖ്യമന്ത്രി VD സതീശൻ ചോദിച്ചത്, അന്ന് തീരുമാനമെടുത്തെങ്കിലും 1 ഇഞ്ചെങ്കിലും മുന്നോട്ട് പോയോ, എന്തെങ്കിലും തീരുമാനമാണ്? അത് ഇതാണ് കാരണം. നികുതി തീരുമാനിക്കാൻ അന്ന് സർക്കാർ തയ്യാറായില്ല. ഈ നികുതി, കൂടിയ നികുതിക്ക്, വിദേശ മദ്യത്തിനുള്ള അതേ നികുതിക്ക് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ കമ്പനികളും തയ്യാറെടുത്തില്ല. അവിടെയാണ് UDF സർക്കാർ തീരുമാനം പ്രസക്തമാകുന്നത്. UDF സർക്കാർ അവരുടെ ആദ്യ ബജറ്റിൽ തന്നെ 0.5 മുതൽ 20% വരെയുള്ള മദ്യം വിൽക്കാൻ തീരുമാനമെടുക്കാൻ അനുമതി നൽകുകയായിരുന്നു. അല്ലെങ്കിൽ അത് ബജറ്റ് പ്രഖ്യാപനം നിർദ്ദേശമായി പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. 0.5 മുതൽ 10% വരെയുള്ള 2 സ്ലാബായിട്ടാണ് നികുതി തീരുമാനിച്ചത്. 0.5 മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120%, 10 മുതൽ 20 വരെ വീര്യമുള്ള മദ്യത്തിന് 170%. ഇതാണ് UDF സർക്കാരിൻ്റെ നികുതി ഘടന. അതായത് 250 വിദേശ മദ്യം വിൽക്കുന്ന അതേ നികുതി വിൽക്കണമെങ്കിൽ 250% നികുതി ഈ കമ്പനികൾ ആരായാലും അടയ്ക്കണം. അവിടെയാണ് ഈ ഘടനയിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. ആ കുറവ് വരുത്തിയതിനെയാണ് ഇപ്പോൾ LDF, CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇത് വിദേശ കമ്പനികൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടിയുള്ള നികുതി കുറച്ചുകൊണ്ടുള്ള അഴിമതി എന്ന ആരോപണവുമായി ഇതിനകം രംഗത്ത് വന്നിരിക്കുന്നത്. അതാണ് കോൺഗ്രസിന് ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രശ്നമുണ്ടല്ലോ അരുണ്. ഇപ്പോൾ എക്സൈസ് മന്ത്രി തന്നെ താൻ അറിയാതെയാണ് ആ തീരുമാനം എന്ന നിലയിൽ കാര്യങ്ങളെ കാണുന്ന പശ്ചാത്തലമുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ, മദ്യമായാലും കരിമണ്ണായാലും അത്തരം വിഷയങ്ങളിൽ എന്നും എതിർപ്പുയർത്തുന്ന VM സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്. നമുക്കറിയാം VM സുധീരനുമായി വളരെ അടുപ്പമുള്ള നേതാവ് കൂടിയാണ് VD സതീശൻ. ഒരുപക്ഷെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാശി പിടിച്ച നേതാവ് കൂടിയാണ് VM സുധീരൻ എന്നുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. അങ്ങനെ ഒരു നേതാവ് കത്ത് നൽകുമ്പോൾ അതിൽ ഇപ്പോഴത്തെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ മുഖ്യമന്ത്രിക്ക് തരമില്ലല്ലോ, പ്രത്യേകിച്ചും വിവാദങ്ങൾ നിരവധിയായി ഉയർന്ന പശ്ചാത്തലത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ.
തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നിലപാടിൽ പിന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം അന്ന് LDF സർക്കാരിൻ്റെ വീഴ്ചയായാണ് ഈ നികുതി ഘടന തീരുമാനിക്കാത്ത നിലപാടിനെ പറഞ്ഞത്. ഏതായാലും സതീശൻ ഇതെങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വലിയ ആശങ്കകളുമുണ്ട്. അത് പ്രധാന കാരണം എക്സൈസ് മന്ത്രി ഈ തീരുമാനം സാധാരണഗതിയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ബജറ്റ് നിർദ്ദേശമായി വന്നാൽ പോലും അത് എക്സൈസ് മന്ത്രി അറിയണം. നികുതിയുടെയൊക്കെ ചുമതലയുള്ള മന്ത്രി VD സതീശൻ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എക്സൈസ് നികുതി തീരുമാനിക്കുമ്പോൾ എക്സൈസ് വകുപ്പിൽ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് എക്സൈസ് മന്ത്രി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദ. അത് ഇവിടെ ഉണ്ടായിട്ടില്ല. അതിലാണ് എക്സൈസ് മന്ത്രി M. ലിജുവിന് കടുത്ത അതൃപ്തി അമർഷവുമുണ്ട്. അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ ബജറ്റ് നിർദ്ദേശം വന്നതുകൊണ്ട് മാത്രം ഇവിടെ വീര്യം കുറഞ്ഞ വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നില്ല. അതിന് നിരവധി അനുമതികൾ എക്സൈസ് വകുപ്പ് നൽകേണ്ടതുണ്ട്. അതൊന്നും കൊടുക്കാൻ ഇതുവരെ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അസന്ദിഗ്ധമായി M. ലിജു വ്യക്തമാക്കുന്നത്. അതായത് മന്ത്രി പരസ്യമായി അതൃപ്തി വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ബജറ്റ് നിർദ്ദേശത്തെ മന്ത്രി പരസ്യമായി എതിർക്കുന്നു. അത് മന്ത്രിസഭയിലെ ഒരു ഭിന്നതയായി തന്നെ കാണണം. അതിനുമപ്പുറത്തേക്ക് മദ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എക്കാലത്തും കടുത്ത നിലപാടെടുത്തിട്ടുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പതനത്തിലേക്ക് തന്നെ തള്ളിയിട്ട നിലപാടുകൾ എന്നത് KPCC അധ്യക്ഷൻ VM സുധീരൻ്റെതായിരുന്നു. അദ്ദേഹം ഇപ്പോഴും മദ്യവിഷയത്തിൽ കടുത്ത നിലപാട് തുടരുകയാണ്. ഇന്നലെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി VD സതീശന് ഒരു കത്തയച്ചത്. അത് അദ്ദേഹം പറയുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് അവതരിപ്പിച്ച ബജറ്റ് നൂതനവും ഭാവനാസമ്പന്നവും ഒക്കെയാണ്. പക്ഷേ അതിൽ ചില കാര്യങ്ങളിൽ എനിക്ക് എതിർപ്പുണ്ട്, വിയോജിപ്പുണ്ട്. അന്നേ ദിവസം തന്നെ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, അതായത് ബജറ്റ് അവതരിപ്പിച്ച കഴിഞ്ഞ വെള്ളിയാഴ്ച 19-ാം തീയതി തന്നെ ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ താൻ പെടുത്തിയിരുന്നു എന്ന് ഇന്ന് നൽകിയ ആ കത്തിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക അദ്ദേഹം. അതായത് ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇനിയും തീരുമാനം ഇന്ന് പിന്മാറിയിട്ടില്ല, അതുകൊണ്ട് പിന്മാറണമെന്ന ആവശ്യമാണ്. മദ്യവും മയക്കുമരുന്നും തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം കേരളത്തിൽ അതിഗുരുതരമായ വിപത്തായി ഉയർന്നു വരുന്നു. ആ സാഹചര്യത്തിൽ മദ്യമുക്തമാക്കണം കേരളത്തെ, എങ്കിൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന ശക്തമായ ആവശ്യമാണ് VM സുധീരൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചു തന്നെയാണ് VM സുധീരനും VD സതീശനുമായുള്ള ബന്ധം. ഒരുപക്ഷെ ആര് മുഖ്യമന്ത്രിയാകണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന് ഒരു അനിശ്ചിതത്വമുണ്ടായപ്പോൾ, ആശങ്ക ഉണ്ടായിരുന്നപ്പോൾ സുധീരൻ നിലപാട് വളരെ നിർണായകമായിരുന്നു. ജനങ്ങൾ വോട്ട് കൊടുത്തത് VD സതീശനാണ്. VD സതീശന് വേണ്ടിയാണ് ജനങ്ങൾ ഇത്രയധികം വലിയ ഭൂരിപക്ഷം UDF-ന് നൽകിയത്. അതുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കണമെന്ന് ആവശ്യപ്പെട്ട നേതാവാണ് VM സുധീരൻ. ആ സുധീരനാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശത്തിനെതിരെ സ്വാഭാവിക സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിപ്പിക്കുന്ന വരുമാനക്കുറവുണ്ടാകുമെന്ന് പറയുമ്പോൾ നികുതിയുടെ കാര്യത്തിൽ അത് സംശയം കുറവുണ്ടെങ്കിൽ പോലും ഒരു തരം സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നത് കോൺഗ്രസിൽ UDF-ൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലെ പല സംഘടനകൾ, സമസ്ത ഉൾപ്പെടെയുള്ളവ ഇതിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. KCBC കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. LDF സർക്കാർ അതേ പാതയിലൂടെ പോകാനാണോ മദ്യത്തിൻ്റെ കാര്യത്തിൽ UDF-ൻ്റെയും തീരുമാനം ചോദ്യം KCBC ഉന്നയിക്കുന്നുണ്ട്. UDF-ന് വലിയ പിന്തുണ നൽകിയ ഒരു സമുദായത്തിൻ്റെ സംഘടനയാണവർ. അങ്ങനെ മദ്യനയം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇടത് സർക്കാരിൻ്റെ മദ്യം നിലനിൽക്കുമ്പോൾ അവർ കൊണ്ടുവന്ന ഒരു പദ്ധതി UDF സർക്കാർ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഈ രണ്ട് കാര്യം, ഒന്ന് രാഷ്ട്രീയ വിമർശനം, അത് ബഹുരാഷ്ട്ര കമ്പനിക്ക് വേണ്ടി നികുതി കുറച്ചു കൊടുത്തു എന്ന അത് സ്വാഭാവികം അഴിമതിയാണെന്ന ഒരു ആരോപണം അതിൻ്റെ തുടക്കം LDF ഇട്ട് കഴിഞ്ഞു. അതിനുമപ്പുറത്തേക്ക് കോൺഗ്രസിൽ നിന്ന് UDF-ൽ ഒപ്പം നിൽക്കുന്ന സാമുദായിക സംഘടനകളിൽ നിന്നൊക്കെ കടുത്ത എതിർപ്പ് നേരിടുകയാണ് VD സതീശൻ. തീർച്ചയായും അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മറ്റൊന്ന്, ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന ഒരു മാസത്തിനകം ഉണ്ടാകുന്ന വിവാദങ്ങളിൽ ഒന്ന് നേരത്തെ അരുൺ പറഞ്ഞ മദ്യവിവാദമാണ്. മറ്റൊന്ന്, അതും നമ്മൾ മനസ്സിലാക്കണം, PM ശ്രീ വിവാദം. ഇതും LDF സർക്കാരിൻ്റെ കാലത്ത് LDF സർക്കാർ ഒപ്പിട്ട ഒരു സംഗതിയാണ്. ഇതിൽ UDF എന്ത് നിലപാടെടുക്കും എന്നുള്ളത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നു. കേരളം തന്നെ ഉറ്റുനോക്കിയിരുന്നു. അന്ന് PM ശ്രീയെ എതിർത്ത, ഒരു കാരണവശാലും PM ശ്രീ സംസ്ഥാനത്ത് തങ്ങൾ അധികാരത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ലീഗ് കൂടി ഭാഗമായ ഒരു മന്ത്രിസഭയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ PM ശ്രീ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ച പശ്ചാത്തലം പിന്മാറാൻ പറ്റില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കിയ സാഹചര്യം കൗതുകമുണർത്തുന്നതാണ്. അതിൽ ഇന്ന് നിയമസഭയിൽ PM ശ്രീ വിവാദം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കുമെന്ന വിവരം കൂടി പുറത്തുവിടുന്നുണ്ട്. സർക്കാർ സംഘപരിവാർ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. മനസ്സിലാക്കണം, PM ശ്രീയുമായി ബന്ധപ്പെട്ട് LDF സർക്കാരിൻ്റെ കാലത്താണ് ആദ്യ അനുകൂല തീരുമാനം ഉണ്ടാകുന്നത് എന്നുള്ളത്. CPI-യുടെ വലിയ എതിർപ്പ് ഇതിലുണ്ടായിരുന്നു. തുടർന്ന് ഒപ്പിട്ടെങ്കിലും നടപ്പിലാക്കാൻ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാതിരുന്ന ഒരു സർക്കാരാണ് അത്. അന്ന് വലിയ വിമർശനം ശിവൻകുട്ടിക്കെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ ഉണ്ടായ പശ്ചാത്തലം കൂടിയുണ്ട്. സംഘപരിവാറിന് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് കേന്ദ്ര സർക്കാരിന് വഴങ്ങി എന്നായിരുന്നു അന്ന് ഉയർന്ന വിമർശനം. അതിന് തുടർച്ചയായി ഇപ്പോൾ സമാനമായ വിമർശനം നേരിടുന്നത് UDF സർക്കാരാണ്, സതീശൻ സർക്കാരാണ്. പക്ഷേ വിമർശനം ഉന്നയിക്കുന്നത് അന്നൊപ്പിട്ട അതേ പ്രതിപക്ഷമാണ് എന്നതുകൂടി ആലോചിക്കുക.
ആലോചിക്കണം. ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിൽ റൂൾ 50 നോട്ടീസ് ആയി വിഷയം സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിൻ്റെ ആലോചന. സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ചയും ഇന്ന് സഭയിൽ ആരംഭിക്കുകയാണ്. വി അരുണ് ചേരുന്നു. അരുണ്, അസാധാരണമായ ഒരു രാഷ്ട്രീയ തർക്കമാണല്ലോ അരുണ്. കഴിഞ്ഞ സർക്കാർ ഒപ്പിടുന്നു, തുടരാൻ ഈ സർക്കാർ തീരുമാനിക്കുന്നു, സർക്കാരുകൾ തുടർച്ചയാണ് എന്നുള്ള വാദമാണ് പ്രധാനമായി ഉള്ളത്. ഒപ്പിട്ടതിനാൽ പിന്മാറാൻ പറ്റില്ല എന്നുള്ള നിലപാടിലേക്കും കൂടി UDF സർക്കാർ എത്തുകയാണ്. എങ്ങനെയാണ് ഈ വിഷയം UDF സഭയിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പ്രതിപക്ഷം എന്ന സഭയിൽ കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. ഏതായാലും തീരുമാനമായി കഴിഞ്ഞു. നമുക്ക് ലഭിക്കുന്ന സൂചന ഇന്നലെ ലഭിച്ച സൂചന അനുസരിച്ച് PMC വിവാദമാകും ഇന്ന് സഭയിൽ വരിക. PMCയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പ്രതിപക്ഷത്തിനുണ്ട്. പ്രതിപക്ഷമാണ് ഇന്നത്തെ പ്രതിപക്ഷം സർക്കാരിലുണ്ടായിരുന്നപ്പോഴാണ് എല്ലാ തീരുമാനവുമായതെന്ന് സർക്കാരും പറയുന്നു. അതായത് PMC കരാറിൽ ഒപ്പിട്ടത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ്. വി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും മാത്രം അറിഞ്ഞ് മന്ത്രിസഭ ഇരുട്ടി നിർത്തിയ തീരുമാനമാണ്. അന്ന് അങ്ങനെ കരാറിൽ ഒപ്പിട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാരിന് മറ്റു വഴികളില്ലാത്തതെന്ന് VD സതീശൻ മുഖ്യമന്ത്രി തന്നെ പറയുന്നു. എതിരഭിപ്രായമുണ്ടെങ്കിൽ പോലും മുസ്ലിം ലീഗിനൊക്കെ ഇപ്പോൾ സതീശനൊപ്പം നിൽക്കേണ്ടി വരും. തീരുമാനത്തിൽ പിന്നോട്ട് പോകാൻ കഴിയുന്ന നിലപാടിലേക്ക് ലീഗിലെ മന്ത്രി ഷംസുദ്ദീൻ അടക്കമുള്ളവർ എത്തുന്നുണ്ട്. MSFനൊക്കെ എതിരഭിപ്രായമുണ്ട്. ഒരു കാരണവശാലും അത് മുന്നോട്ട് പോകാൻ കഴിയില്ല നിലപാട് MSF സ്വീകരിക്കുമ്പോഴും ആ തർക്കം അവിടെ നിൽക്കുന്നു. മറുഭാഗത്ത് കഴിഞ്ഞ സർക്കാർ, ഇപ്പോഴത്തെ പ്രതിപക്ഷം പറയുന്നതാകട്ടെ, കരാറിൽ ഒപ്പിട്ടു, പക്ഷേ കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ മാസം മെയ് 18-ാം തീയതിയും ഒരു കത്ത് കേന്ദ്രത്തിന് സർക്കാർ ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചത്, നിങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ സംസ്ഥാനം നഷ്ടമുണ്ടാകുമെന്ന സൂചന. അതായത് പദ്ധതി ആരംഭിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവായാണ് മുൻ വിദ്യാഭ്യാസ വി ശിവൻകുട്ടിയെ കത്ത് പുറത്തുവിട്ടുകൊണ്ട് അവകാശപ്പെട്ടത്. അങ്ങനെ ഒരു തർക്കം, ആരാണ് ആ പദ്ധതിയിൽ പിന്മാറാൻ കഴിയുമോ അല്ലെങ്കിൽ ഇപ്പോൾ കേരളം PMCയിൽ ഭാഗമാണോ എന്നത് രണ്ട് തർക്കമുണ്ട്. ആ തർക്ക വിഷയം ഇന്നൊരു പക്ഷേ സഭയിൽ വന്നേക്കാം. റൂൾ 50 നോട്ടീസായി ഇത് ശൂന്യവേളയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള മറ്റു വിഷയം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മദ്യം തന്നെയാണ്. ഇതിലേത് വേണമെന്ന കാര്യത്തിൽ ഇന്നലെ രാത്രിയും പ്രതിപക്ഷ കേന്ദ്രങ്ങളിൽ ചർച്ച പുരോഗമിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അത് തീരുമാനമുണ്ടാകും. ഒന്നുകിൽ ഈ PMC വിഷയം തന്നെ അതിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാമെന്ന ഒരു ശ്രമം ഇടതുപക്ഷം നടത്തും. അങ്ങനെയെങ്കിൽ അത് റൂൾ 50 കൊണ്ടുവരും. അല്ലെങ്കിൽ ഈ മദ്യ വിഷയം വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം UDF തന്നെ ഒരു ഭിന്നതയുള്ളപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തണം. ഈ ബെക്കാഡി പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടിയുള്ള അഴിമതി നീക്കമെന്ന ഒരു ആരോപണത്തിലേക്ക് അത് വളർത്തിക്കൊണ്ടുവരാനുള്ള അവസരം സഭയിൽ തന്നെ വിനിയോഗിക്കണമെന്ന അഭിപ്രായവും ഇടതുപക്ഷത്തുണ്ട്. അത് ഏതാനും സമയത്തിനകം അതിൽ തീരുമാനമുണ്ടാകും. ശരിയായിരുന്നു. ഇതിനിടയിൽ PMCക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ ലീഗിന് കഴിയില്ലെന്നാണ് ഫാത്തിമ തഹലിയ MLA വ്യക്തമാക്കുന്നത്. പാർട്ടി മുൻകാല നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. പ്രതീക്ഷിക്കുന്ന പര്യവസാനം വിഷയത്തിൽ ഉണ്ടാകും. മുൻകാല സർക്കാർ ഉണ്ടാക്കി വെച്ച കെണിക്ക് പരിഹാരം വരും ദിവസങ്ങളിൽ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും ഫാത്തിമ തഹലിയ ന്യൂസ് 18നോട് പറഞ്ഞു. സർക്കാർ PM ശ്രീയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനം ലീഗിനെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതാണ്. ഞങ്ങൾ എന്താണോ ഞങ്ങളുടെ മുൻകാല നിലപാട്, അതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഇപ്പം ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ചത് ആരാണ് എല്ലാവർക്കും അറിയാം. അതിൽ യാതൊരു രൂപത്തിലുള്ള സംശയത്തിനും ഇടയില്ല. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ അന്നത്തെ സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഒപ്പുവെച്ചത് എന്തുകൊണ്ടാണ് അവരുടെ സഖ്യകക്ഷികളോട് പോലും പറയാതെ ഒരു രാത്രിക്ക് ആ രൂപത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയത് എന്നുള്ളത് നമ്മളൊക്കെ വളരെ സംശയത്തോടെ ചോദിക്കുകയും അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്ത ആളുകളാണ്. പക്ഷേ ഇന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് SSA ഫണ്ട് ഉണ്ട്. ആ SSA ഫണ്ട് ഞങ്ങൾ ഈ PM ശ്രീ വിഷയത്തിൽ ഇടപെട്ടാൽ ഇതിൽ നിങ്ങൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ നൽകില്ല എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാർ കൃത്യമായ നിലപാടെന്ന് പറയുമ്പോൾ അന്ന് ഏറ്റവും ശക്തമായ നിലപാടെടുത്ത KM ഷാജി പോലും ആ നിലപാട് പറയുന്നില്ല ഇപ്പോൾ. അല്ല, അതിൽ തീർച്ചയായിട്ടും അവരിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഒപ്പുവെച്ചൊരു കാര്യമാണത്. അപ്പോൾ അതിൽ നിന്ന് ഇനി എന്താണ് എന്നുള്ളത് സംസ്ഥാന സർക്കാർ വിശദമായിട്ടുള്ള വിശദീകരണം നൽകും. ഇതിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് MSFും യൂത്ത് ലീഗും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള KM ഷാജി ചവറ്റുകൊട്ടയിൽ എറിയണം, അറബിക്കടലിൽ എറിയണം എന്നൊക്കെ പറഞ്ഞ KM ഷാജി പോലും നിലപാട് മാറ്റി പറയുമ്പോൾ യൂത്ത് ലീഗും MSFും പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ്. അവർക്കൊപ്പമാണോ ഫാത്തിമ തഹലിയ? ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ മുൻകാല നിലപാടുണ്ട് നമുക്ക്. ആ നിലപാടിൽ നിന്ന് ഇപ്പോഴും ഞങ്ങളാരും പുറകോട്ട് പോയിട്ടില്ല.
ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങളത് ഉൾപ്പെടെ ആ പറയുമ്പോൾ വിഷയത്തിൽ ഞങ്ങളുടെ പാർട്ടി അന്നെടുത്ത നിലപാടുണ്ട്. PM ശ്രീക്ക് ഒരിക്കലും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ ആ രൂപത്തിൽ അന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇന്നും മറുപടി പറയുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെയാണ്, അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകേണ്ട കാര്യമില്ല. ഒപ്പുവെച്ചത് ആരാണ്? ആ ഒപ്പുവെച്ചതോടെ അല്ല, ഒപ്പുവെച്ചത് തുടരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല, അതിൽ നിന്ന് എങ്ങനെ അതിനൊരു വിശദമായിട്ടുള്ള പഠനം വേണം. എങ്ങനെ നമുക്കതിനെ പിന്നെ അതിൽ നിന്ന് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് വിടുതൽ നേടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് ഇവിടെ. അതിന് അപ്പുറത്തേക്ക് ഒരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് പോലെ SSA ഫണ്ട് ഞങ്ങൾ നൽകില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അപ്പുറത്തുണ്ട്. അല്ല, അതൊക്കെ തന്നെ ആയിരുന്നല്ലോ ആദ്യ സർക്കാരിനും ഇത് ഒപ്പിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. അന്ന് പറഞ്ഞത് ഈ ഫണ്ടിന് വേണ്ടി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതാണല്ലോ ലീഗ് നേതാക്കൾ ഉൾപ്പെടെ. ശരിക്കും പറഞ്ഞാൽ ഈ UDF സർക്കാരിന്റെ ഈ നിലപാട് വെട്ടിലാക്കിയത് ലീഗിനെയല്ലേ? അല്ല, ഒരിക്കലുമല്ല. ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം എവിഡൻ്റ് ആണ്. എവിടെയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇതിന് നിങ്ങൾ തമിഴ്നാട് സർക്കാരിൻ്റെ നിലപാട് ആ വിഷയത്തിലൊന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അവർ കോടതിയെ പോവുകയും അത്തരത്തിൽ ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് പിന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നത്. ഇപ്പോൾ ഈ സർക്കാർ വന്നിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ സാവകാശം സമയം തരൂ. അതിനനുസരിച്ച് ഇത് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഓൾറെഡി ഈ സർക്കാർ ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ആ കോൺട്രാക്ട് ഇതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിനൊത്തിരി പിന്നെ ഇടപെടലുകളും കാര്യങ്ങളും അത് മന്ത്രിസഭ പിന്നെ യുടെ ഭാഗത്തു നിന്ന് തന്നെ വരേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഈ വിഷയത്തിലൊക്കെ വളരെ ശുഭകരമായിട്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു പര്യവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ്. പക്ഷേ നിർബന്ധിതരാകുന്നു, ഇത് തുടരാൻ നിർബന്ധിതരാകുന്നു എന്നതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത്. നോക്കൂ, ഈ വിഷയങ്ങളിൽ ഫാത്തിമ തെഹലിയ M സ്വരാജിനെ സംഘാവ് എന്ന് വരെ വിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ രീതിയിൽ RSSുമായിട്ടൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നവരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വിശദീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ക്രൈസിസിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ ഇത് തുടരേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ? ഇല്ല, അതിലൊരു ക്രൈസിസിൻ്റെ ആവശ്യമില്ല. അതുപോലെ എനിക്കിപ്പോൾ രേണു പറഞ്ഞൊരു കാര്യത്തിൽ തിരുത്തൽ വേണ്ടതുണ്ട്. ശ്രീ M സ്വരാജിനെ സംഘാവ് എന്ന് വിളിച്ചു എന്നുള്ളത് രേണുവിന് എവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. ഞാൻ അന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞാൻ സോഷ്യൽ മീഡിയയിലിട്ടത്. ബാപ്പുട്ടിക്ക സംഘാവിനെ പൂട്ടി എന്നുള്ളത്. ബാപ്പുട്ടിക്ക ആരാന്ന് നിങ്ങൾക്കറിയാലോ. അന്നത്തെ അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് MLA, ഇന്നത്തെ MLA, അദ്ദേഹത്തിന് ബാപ്പുട്ടിക്ക എന്നാണ് വിളിക്കുന്നത്. സംഘാവ് എന്ന് ഞാനൊരു പദം ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇടപെടലുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ആ ഒരു രീതിയെ, അല്ലാതെ ഒരു വ്യക്തിയെ വിളിച്ചു എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വരുന്ന ആളുകളൊക്കെ പറയുന്നതിനെ ഏറ്റു പറയുന്നത് നിങ്ങളെ പോലെയുള്ള എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് M സ്വരാജ് ആയിരുന്നല്ലോ. പിന്നെ അത് വിശദീകരിക്കുകയും ചെയ്തു ഫാത്തിമ. ഞാനത് വിശദീകരിച്ചു, കൃത്യമായിട്ട് വിശദീകരിച്ചു. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടി വന്നത്? അതെ, ഞാൻ വിശദീകരിച്ചു. ഞാനത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഒരു വ്യക്തിയല്ല, ഒരു നയമാണ് അവിടെ. ആ നയത്തിനെതിരെയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ CPMന്റെ ഒരു പിന്നെ പ്രോ പിന്നെ സംഘപരിവാർ നിലപാടുണ്ടായിരുന്നു. ആ പ്രോ സംഘപരിവാർ നിലപാട് തന്നെയാണ് അത്തരത്തിൽ സംഘാവ് എന്ന് വിളിച്ചത്. അത് അവിടെ മാത്രമല്ല ഉണ്ടായത്, അതിനു മുമ്പ് നടന്നിട്ടുള്ള പാലക്കാട് അതേ ആരോപണങ്ങളാണ് നിങ്ങൾക്ക് നേരെ ഉയരുന്നത് ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഞാൻ പറയുന്നു, ഞങ്ങൾ അന്ന് എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. നിങ്ങൾ ഓൾ ഓഫ് എ സഡൻ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കെണിയുണ്ട്. ആ കെണി, അതിന് പരിഹാരം യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഈ വരും ദിവസങ്ങളിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന്, മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ്. പക്ഷേ KM ഷാജി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന പോലെയല്ല ഭരണത്തിൽ വരുമ്പോഴെന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ രൂപത്തിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ UDFന്റെ ഒരു MLA ആണ്. എനിക്ക് പറയാനുള്ളത്, നേരത്തെ എടുത്ത നിലപാടുണ്ട്. ആ നിലപാടിന് തുടർച്ചയായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ഈ സംവിധാനം മാറും എന്നുള്ളതാണ്. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും ഫാത്തിമ തെഹലിയ ആവശ്യപ്പെടുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തേക്കാൾ ഗുരുതരമായിരുന്നു അനൗൺസ്മെന്റ് വിവാദം. നടപടികൾ അവസാനിച്ചിട്ടില്ല. കുറ്റക്കാർ പൊതുസമൂഹത്തിന് മുന്നിൽ വരണമെന്നും ഫാത്തിമ തെഹലിയ ന്യൂസ് 18 പറഞ്ഞു. ഈ UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ആലപ്പുഴയിലെ അക്രമവുമായി ബന്ധപ്പെട്ട് വീണ്ടും പരിശോധനകൾ ഉണ്ടാകുന്നുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ടിൽ SIT രൂപീകരിച്ച് അന്വേഷണം ഉണ്ടാകുന്നു. ഈ അനൗൺസ്മെന്റ് വിവാദം അവസാനിച്ചു. അതിലൊരു ഈ അന്വേഷണവും നടപടികളും വേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിൽ അനൗൺസ്മെന്റ് വിവാദത്തിൽ കാര്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. നിലവിലത്
പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിലുള്ള ഓപ്പറേഷൻസ് ഓൺഗോയിങ് ആണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളും ഇനി കൂടുതലായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കും പോവേണ്ടതുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയായി ജയിച്ചതിന് ശേഷവും വിവാദങ്ങളൊന്നും ഒടുങ്ങിയിട്ടില്ലായിരുന്നല്ലോ. ഇപ്പം പിന്നെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ആ തിരക്കുകൾക്കൊക്കെ ആണെങ്കിലും പോലീസ് അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ നൽകിയത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണങ്ങൾ നടക്കുന്നു. അതിൽ കൂടുതൽ അത് ഊർജിതമാക്കി അതിൽ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതികൾ തള്ളിയിട്ടുണ്ട്. അത് ഞങ്ങൾ കൊടുത്ത പരാതിയും ഒപ്പം തന്നെ കൗണ്ടർ പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും കഴമ്പില്ല എന്ന് പറഞ്ഞിട്ട് ആ പരാതി തള്ളിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ സ്റ്റിൽ പരാതിയുണ്ട്. പോലീസിൽ ആ വിഷയത്തിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കാഫിൻ സ്ക്രീൻഷോട്ട് എങ്ങനെയാണോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അനൗൺസ്മെന്റ് വിവാദം വന്നത്. കാഫിൻ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ടെത്താൻ അത് എവിടെ നിന്ന് അതിൻ്റെ സൃഷ്ടിപദം കണ്ടെത്താൻ വേണ്ടി അതിൻ്റെ പിറകെ പോകേണ്ടിണ്ടായിരുന്നു എങ്കിൽ ഇത് റെക്കോർഡഡ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്. മനഃപൂർവ്വം ചെയ്തതാണ്. LDFന്റെ വാഹനത്തിൽ നിന്നാണ് അത് വന്നത് എന്നുള്ളതൊക്കെ പ്രൈമ ഫേസിയ പ്രൂഡാണ്. അപ്പം ആ കാര്യങ്ങളിൽ അന്വേഷണം നടക്കേണ്ടത്. അങ്ങനെ ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കും. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അതിൽ സംശയമൊന്നും വേണം. അപ്പോൾ ഖൗമിലെ പെൺകുട്ടി വിവാദം അവസാനിക്കില്ല. ഫോളോ അപ്പും കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അതൊരു സെക്യുലർ ഫാബ്രിക്കിന് എതിരെ നടന്നിട്ടുള്ള ഒരു വലിയ അനൗൺസ്മെൻ്റ് ആണ്. അവിടെയുള്ള ആളുകളെയാണ് അത് വേദനിപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ മതേതര മൂല്യങ്ങളാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾക്ക് അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും. അതിന് തീർച്ചയായിട്ടും അന്വേഷണം വേണം. ആരാണ് കുറ്റക്കാരെന്നുള്ളത് പൊതുസമൂഹം അറിയണം. നിലവിളക്ക് വിവാദത്തിലും ഫാത്തിമ തെഹലിയ നിലപാട് പറഞ്ഞു. ഒരുപാട് ചർച്ച ചെയ്യുകയും പര്യവസാനത്തിൽ എത്തിക്കാൻ കഴിയാത്തതുമായ വിഷയമാണത്. താൻ മതത്തെയും മതപണ്ഡിതരെയും ബഹുമാനിക്കുന്ന ആളാണ്. അതേസമയം തന്നെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുകയും ആ രീതി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ ഹാർമണി ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കണമെന്നാണ് സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നും ഫാത്തിമ തെഹലിയ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ നിലവിളക്ക് വിവാദം വന്നു. പേരാമ്പ്രയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് നിലവിളക്ക് കത്തിക്കുന്നത് വലിയ വിവാദമായി മാറുന്നു. പിന്നീട് സമസ്തയുടെ ഉൾപ്പെടെയുള്ള ആ വിഷയത്തിലെ അഭിപ്രായവും ഒക്കെ വരുന്നു. അതിലെന്താണ് ആ വിഷയത്തിൽ ഞാൻ നിലപാട് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ മതങ്ങളെയും മതപണ്ഡിതന്മാരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ആ വിഷയത്തിൽ ഞാൻ ഈ സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, അതിൽ പറഞ്ഞതേ ഈ മതപരമായ ചടങ്ങായി കണ്ട് ആ വിഷയത്തിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം അതൊരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അതിനൊരിക്കലും നമുക്കൊരു പര്യവസാനം കൊണ്ടുവരാൻ പറ്റാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആ വിഷയത്തിൽ ഇത്രേ പറയാനുള്ളൂ രേണു. അതായത് മതങ്ങളെ, മത നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, മതാശയങ്ങളെ ഒക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളാണ് ഇപ്പം ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള നേതാവ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ ഹാർമണിക്ക് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പം ആ രൂപത്തിൽ എല്ലാവരെയും ഒരു മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ആ രീതി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതിലപ്പുറത്തേക്ക് ആ വിഷയത്തിൽ ഒറ്റ കാര്യം ഈ സമസ്ത നേതാക്കൾ അത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് മതാചാരമായി ബന്ധപ്പെട്ടതിനെ കാണണ്ട, അല്ലാണ്ട് വെളിച്ചം പകരുന്നു എന്ന നിലയിലാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫാത്തിമ എങ്ങനെയാണ് ആ ചടങ്ങിനെ കണ്ടത് എന്നതാണ്. അല്ല, തീർച്ചയായിട്ടും എനിക്കതിൽ ഇതിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ട്. ഞാൻ എങ്ങനെ കണ്ടു, ഞാൻ നിങ്ങൾക്കറിയാലോ എൻ്റെ ഡ്രസ്സിങ്ങിലും ഇതിലൊക്കെ ഞാനൊരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലൂടെ ആളുകൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പിന്നെ ഒരു സെക്യുലർ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ, അതിനാ രൂപത്തിൽ തന്നെയാണ് എൻ്റെ ആശയങ്ങളെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാരെയും ഹേർട്ട് ചെയ്യാനല്ല, എല്ലാവരെയും ഞാൻ ബഹുമാനിക്കും. മറ്റു ചില വാർത്തകളിലേക്ക്. എറണാകുളം വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. അറ്റകുറ്റപ്പണിക്കിടെ ആണ് കപ്പൽ കത്തിയത്. വൈപ്പിൻ കാളമുക്കിലെ സ്വകാര്യ യാർഡിലാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വളരെ വേഗം ഒന്ന് പോകണം. അല്പം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ആ പ്രദേശത്ത് പരിഭ്രാന്തി ഉണ്ടാക്കി ഈ സംഭവം എന്നാണ് മനസ്സിലാക്കേണ്ടത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, എന്താണ് സംഭവിച്ചത്?
ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടന്നത്. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വൈപ്പിൻ കപ്പൽ യാർഡിൽ നിന്നാണ് പുലർച്ചെ തീപിടുത്തം ഉണ്ടായതായി നാട്ടുകാർ കണ്ടെത്തിയത്. എന്തായാലും സർവീസിനായി യാർഡിൽ കയറ്റിയിരുന്ന വിശാലാക്ഷി എന്ന കപ്പലിനാണ് തീ പിടിച്ചിരിക്കുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു സംഭവം. യാർഡിൽ ഉറങ്ങിക്കിടന്ന തൊഴിലാളികളാണ് ആദ്യം തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. സർവീസിന്റെ ഭാഗമായി പെയിന്റിംഗ് ജോലികൾ നടത്തിക്കൊണ്ടിരുന്ന കപ്പലായിരുന്നു. എന്തായാലും സമീപത്ത് മറ്റൊരു കപ്പലുണ്ടായിരുന്നുവെങ്കിലും അതിലേക്ക് തീ പടർന്നിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും വിവരം അറിഞ്ഞ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. എന്തായാലും ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, എറണാകുളത്താണ് കപ്പൽ അറ്റകുറ്റപ്പണിക്കിടെ തീപിടുത്തമുണ്ടായത്. വൈപ്പിൻ കാളമുക്കിലെ സ്വകാര്യ യാർഡിലാണ് ഈ സംഭവം ഉണ്ടായത്. താരസംഘടനയായ അമ്മയിൽ ഇന്നലെ സംഭവിച്ചത് ശരിക്കും അമ്മയെ സ്നേഹിക്കുന്നവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ, ഞെട്ടിപ്പിച്ച, വിഷമിപ്പിച്ച ഒരു സംഭവമാണ്. ഇന്നലെ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു. ശ്വേതയ്ക്കൊപ്പം സംഘടനയിലുള്ളവരെല്ലാം രാജിവെക്കുന്നു. ഇത് ഇപ്പോൾ രാവിലെ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, ലക്ഷ്മിപ്രിയ, ഈ വിവാദത്തിലൊക്കെ പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരാളായ ലക്ഷ്മിപ്രിയ അമ്മയിൽ നിന്ന് അംഗത്വം രാജിവെക്കുന്നു എന്നുള്ളതാണ്. വൈകാരികമായ ഒരു കത്ത് അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ ഈ രാജി പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അത് അമ്മയിലെ മുതിർന്ന അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഏതായാലും ശ്വേതാ മേനോൻ അടക്കം ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. 60 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ലഭിച്ചേക്കാവുന്ന പെൻഷൻ വേണ്ട, ഇൻഷുറൻസ് വേണ്ട, റീത്ത് വേണ്ട, അനുശോചനം വേണ്ട, ഇങ്ങനെയൊക്കെയാണ് ഈ എൻ്റെ ശവം കാണാൻ പോലും ഒരുത്തരും വരരുത് എന്നൊക്കെയാണ് വൈകാരികമായി ലക്ഷ്മിപ്രിയ ഈ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അമ്മ ഇത് ക്ഷമിക്കണം, ശ്വേതാ മേനോൻ ഇന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം. അവർ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പറയുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നവമി, ഈ സംഘടനയിൽ ഉണ്ടാകുന്ന പ്രശ്നം അത് ഒരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്ത വിധം വളർന്ന് അങ്ങനെ അത് പൊട്ടിത്തെറിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ട്. അവരാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പരിചയസമ്പന്നരായ നിരവധി പേർ ഈ അഡ്ഹോക് കമ്മിറ്റിയിലുണ്ട്. പക്ഷേ അതിനിടയിൽ കൂടുതൽ ആരോപണങ്ങൾ എന്ന നിലയിൽ ശ്വേത ഒട്ടും വിടാൻ മട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ രഞ്ജിത്ത്, ഈ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കുറേ നാളുകളായി സംഘടനയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇന്നലെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുകയും അതിൽ വലിയൊരു പൊട്ടിത്തെറി, പിന്നീടുള്ള രാജിയിലേക്കൊക്കെ എത്തുന്നത്. അതിലേറെ വേദനിപ്പിക്കുന്നത് വർഷങ്ങളായി സംഘടനയിലുള്ള 2 പേർ അംഗത്വം പോലും രാജിവെച്ച് പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രതിഷേധമായി തന്നെ നമുക്കതിനെ കണക്കാക്കാൻ. ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയുമാണ് അംഗത്വം പോലും രാജിവെച്ച് സംഘടനയുടെ പുറത്തേക്ക് പോയിരിക്കുന്നത്. അതിൽ ശ്വേതാ മേനോൻ ഇന്നലെ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്, കുറ്റാരോപിതരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ സംഘടന പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ശ്വേതാ മേനോൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് ആരൊക്കെയാണെന്ന് താൻ വരും ദിവസങ്ങളിൽ അറിയിക്കും, മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് ശ്വേത പറയുന്നത്. ഇപ്പോൾ താൻ അംഗമല്ല, അംഗത്തിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ തനിക്കിനി ആരെയും ഭയപ്പെടാതെ പറയാമെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. എന്തായാലും ലക്ഷ്മിപ്രിയയും തൽക്കാലം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അത് തനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്ന് താൻ വൈകാതെ വെളിപ്പെടുത്തുമെന്ന് കൂടി ലക്ഷ്മിപ്രിയയും പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ സംഘടനയിൽ ഒരു സ്ത്രീകൾ തലപ്പത്തേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ സംഘടനയെ, അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ ഭരണസമിതിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചനയാണോ ഇവിടെ നടക്കുന്നതെന്ന് സംശയിച്ചു പോകുകയാണ്. കാരണം ആരോപണ വിധേയനായ, അതായത് ഇന്നലെ ഈ കമ്മിറ്റിയിൽ പ്രധാനമായും പറഞ്ഞത് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചതിലെ വരവ് ചെലവ് കണക്കുകളിൽ വലിയ അവ്യക്തതയുണ്ടെന്നാണ്. പക്ഷേ അനൂപ് ചന്ദ്രൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് അത് സംസാരിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഒരു അവസരം കൂടി നൽകിക്കൂടെ? 45 ദിവസത്തെ സമയം ശ്വേത ചോദിച്ചിട്ട് പോലും അതുപോലും നൽകാതെയാണ് ഈ ഭരണസമിതി പിരിച്ചുവിടുക എന്നൊരു അടിയന്തര പ്രമേയം അവിടെ അവതരിപ്പിക്കുകയും ഈ സംഘടനയിലെ ഈ ഒരു ഭരണസമിതി തന്നെ രാജിവെച്ച് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ വരികയും ചെയ്തത്. അത് ബാബുരാജാണ് അത്തരത്തിൽ പിന്നീട് മാധ്യമങ്ങളോട് വന്ന് അക്കാര്യം വെളിപ്പെടുത്തിയത്. പക്ഷേ ബാബുരാജ് ഭരണസമിതിയിൽ ഇരിക്കുമ്പോൾ പോലും ഇതിന് വലിയ ആരോപണങ്ങൾ നിലനിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ അന്ന് ഉണ്ടായ നീതിയല്ലല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന ചോദ്യത്തിന് പോലും ബാബുരാജ് കൃത്യമായി മറുപടി പറയില്ല. പക്ഷേ പറഞ്ഞിരുന്നില്ല ഇന്നലെ. മറ്റൊരു കാര്യം, ഈ ശ്വേതാ മേനോനുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വനിതാ കാർഡിറക്കി ശ്വേതാ മേനോൻ കളിക്കുന്നു, ഇനി അത് നടപ്പാകില്ല
എന്നുകൂടി ബാബുരാജ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അൻസിബയ്ക്ക് ഉൾപ്പെടെ നീതി വാങ്ങിക്കൊടുക്കുവാൻ സംഘടനയുടെ തലപ്പത്തുള്ളവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാബുരാജ് മടങ്ങിയത്. എന്തായാലും പുതിയൊരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലാണ്. അത് 4 മാസം വരെ ഈ അഡ്ഹോക് കമ്മിറ്റി തന്നെയായിരിക്കും തുടരുക. ഇനി ഒരു വർഷത്തിനുള്ളിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. എന്തായാലും ആ സമയം വരെ അഡ്ഹോക് കമ്മിറ്റി തന്നെയായിരിക്കും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും അതാണ് ഇപ്പോഴത്തെ അമ്മയിലെ ഏറ്റവും പുതിയ സാഹചര്യം. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ദുരൂഹ മരണത്തിന്റെ ചുരുളഴിക്കുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് അങ്ങനെയാണ്. 2020-ൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സിജോ സ്കറിയയുടെ മൃതദേഹമാണ് രണ്ടാമത്തേതെന്ന് സംശയം ഉന്നയിക്കുകയാണ് ബന്ധുക്കൾ. കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തി. കരിക്കോട്ടക്കരി പോലീസും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലാണ്. കാരണം അവർ ആദ്യം പറഞ്ഞത് ഇതൊരു സ്വാഭാവിക കാര്യം മാത്രമാണ്, അസ്വാഭാവികത ഒന്നുമില്ല, ആ കേസ് അങ്ങനെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയുള്ള പള്ളി വികാരിയാണ് ഈ വിഷയം അന്വേഷിക്കണം എന്ന് അതിശക്തമായി തന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടത്. അത് മാത്രമല്ല, ഈ പറഞ്ഞ സ്കറിയയുടെ തിരോധാനത്തിൽ 7 വർഷം മുൻപ് കുടുംബം പരാതി നൽകിയിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കാത്തതിലും ദുരൂഹത വളരെയേറെയാണ്. വാണിയപ്പാറ ഇടവകയിൽ നിന്ന് വിവാഹിതനായ കോഴിക്കോട്ട് വിലങ്ങാട് സ്വദേശി സിജോയുടെ തിരോധാനം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കുടുംബം കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും പരാതി നൽകിയിരിക്കുന്നത്. ഈ പൊതിഞ്ഞ വസ്തു, പായയിൽ പൊതിഞ്ഞ വസ്തു പരിശോധിക്കണമെന്ന് പള്ളി വികാരിയും ഇടവകങ്ങളും ഒരുപോലെ ആവശ്യപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഒരു സെക്കൻഡ് കസിനായ ഒരു പയ്യനായിരുന്നു ഈ സിജോ സ്കറിയ ആലപ്പാട്ട് എന്ന് പറയുന്ന വിലങ്ങാട് വയനാട് താമസിക്കുന്ന ആൾ. അദ്ദേഹത്തെ 2014 മുതൽ കാണാനില്ല എന്ന ഒരു വിവരം. അയാൾ താമസിച്ചുകൊണ്ടിരുന്നത് ഇരിട്ടിയിൽ വാണിയപ്പാറ, കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാണിയപ്പാറ എന്ന സ്ഥലത്തായിരുന്നു അയാൾ താമസിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ ഭാര്യ വീട് അവിടെയായിരുന്നു. ഒരു 2020 അവസാന ഘട്ടത്തിൽ ഒരു വിവരം കിട്ടി. ഇവൻ പുറപ്പെട്ടു പോയി, ഭാര്യയും ഒരു കൊച്ചിനെ ഉപേക്ഷിച്ച് ഇവൻ പുറപ്പെട്ടു പോയെന്നങ്ങനെ ഒരു വാർത്ത 2020-ലാണ് പുറത്തു വരുന്നത്, ഞങ്ങൾ അറിയുന്നത്. അപ്പം ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവരിങ്ങനെ പറയുന്നത് ഇയാൾ ഇങ്ങനെ ഇവിടെ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം കടയിൽ പോകാമെന്ന് പറഞ്ഞ് പോയതാണ്, പിന്നെ വന്നിട്ടില്ല. ഒരു പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ ഒരു കെട്ടും അപ്പുറത്ത് ഒരു പെട്ടിയിൽ ഉള്ള ഒരു മൃതദേഹവും നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പം തന്നെ ഈ സിജോ പോയി താമസിക്കുന്ന പ്രദേശം ഈ വാണിയപ്പാറത്തട്ട് ആയത് കണ്ട് ഞങ്ങൾക്കൊരു സംശയം തോന്നിയിരുന്നു. പിന്നീട് വരുന്ന വാർത്തകളിൽ നിന്നാണ് നമ്മൾ അതങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു സംശയം നിഴലിച്ചിട്ട് എത്തിയിരിക്കുന്നു. ആ ബോഡി ഈ പറഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒത്തുവരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. എൻ്റെ ഈ ബന്ധുവാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ ബോഡി പുറത്തെടുത്ത് അത് DNA പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ബോഡി കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ വാർത്തയിൽ എഴുതി കാണിച്ചപ്പോഴാണ് എല്ലാവർക്കും ഇനി ഏതാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. ആരെയും പഴിച്ചിട്ടൊന്നുമില്ല നമ്മൾ പറയുന്നേ. എങ്ങനെ പറ്റിയെന്നുള്ളത് ഞങ്ങൾക്കൊന്ന് അറിയാൻ വലിയ ആഗ്രഹമായിരുന്നു. 2014 നവംബറിൽ അവർ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് ചെറുക്കനെ. കുറ്റിയാടി പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ചെറുക്കൻ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇല്ലെന്നായി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറഞ്ഞ് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. അപ്പോൾ സിജോയുടെ ബന്ധുക്കളാണ് ഈ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ പോലീസും പ്രതിക്കൂട്ടിലാണ്. KV ബൈജു ആയിരുന്നു. ബൈജു വർഷങ്ങൾക്ക് മുൻപ് നൽകിയൊരു പരാതി 2020-ൽ, അതിലൊരു അന്വേഷണം ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ പുതിയ തരത്തിൽ ഈ പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടും സംശയാസ്പദമായ രീതിയിൽ സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും അതിലും അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. അങ്ങനെ ദുരൂഹതകൾ ഏറെയാണ്. തീർച്ചയായും രഞ്ജിത്തെ, ഇതിൽ ഒരുപാട് ദുരൂഹതകൾ അത് തുടക്കം മുതൽ തന്നെ നമ്മളും അത് റിപ്പോർട്ട് ചെയ്തതാണ്. ഈ സിജോയിന്റെ കേസ് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞതാണ്. കാരണം നമ്മളത് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇത്തരത്തിലൊരാളെ ഈ ഒരു ഇടവകയിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അത് സംബന്ധിച്ച് പരാമർശം നമ്മൾ നടത്തിയാണ്. അതിനുശേഷം പോലീസോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഇതിൽ ഒരു ദുരൂഹതയുമില്ല, എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നായിരുന്നു. പോലീസ് ബൈറ്റും ഉൾപ്പെടെ നമുക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അങ്ങനെയല്ല. പള്ളി വികാരിയും ഈ ഇടവക അംഗങ്ങളും ഒരുപോലെ നാട്ടുകാരും പറയുന്നത് ഇതിൽ വലിയ ദുരൂഹതയുണ്ട്, പോലീസ് ദുരൂഹതയില്ല എന്ന് പറയുമ്പോഴും
ഈ വസ്തു എന്താണ് എന്ന് പരിശോധിക്കുന്നതിന് പോലീസിന് എന്താണ് ഇത്ര താമസം, അല്ലെങ്കിൽ എന്താണ് അവർ മടിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. ഏതായാലും ഇതിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്ന് പറയേണ്ടി വരും. ആദ്യം ഈ 2006 ഇതിലൊരു മൃതദേഹം അടക്കിയിട്ടുണ്ട്, അത് രേഖാപ്രകാരമുണ്ട്. അതോടൊപ്പം ഏറ്റവും ഒടുവിലായി 2015 ഇതിലൊരു മൃതദേഹം അടക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യൻ ആചാരപ്രകാരം നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, ഒരു കാരണവശാലും ഇത്തരത്തിൽ പായൽ പൊതിഞ്ഞ നിലയിൽ ഒരു മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്ന രീതിയിൽ സംസ്കാരം ഒരിക്കലും നടത്തില്ല. അപ്പോഴാണ് ഇതിൽ വലിയ ദുരൂഹത വരുന്നത്. വലിയ പഴക്കം, അത്ര ഒരു 15 വർഷത്തെ പഴക്കമൊന്നും ഈ പായൽ പൊതിഞ്ഞ ഈ ഒരു വസ്തുവിന് ഇല്ല എന്ന് തന്നെയാണ് പ്രാഥമികമായും അത് ആര് നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിജോസ് കറിയ എവിടെ പോയി? ഈ സിജോസ് കറിയ കേസിൽ എന്തുകൊണ്ട് പോലീസ് വലിയ അന്വേഷണം നടത്തിയിട്ടില്ല? മാത്രമല്ല, ഈ കുടുംബം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ കേസ് ക്ലോസ് ചെയ്യാൻ ആവശ്യപ്പെട്ട് പോലീസ് തങ്ങളെ സമീപിച്ചു എന്നൊക്കെയുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവർക്ക് ഈ ഒരു സംശയം മാറ്റണം. ആ വസ്തു തുറന്ന് പരിശോധിച്ചതിന് ശേഷം മൃതദേഹമാണെങ്കിൽ DNA സാമ്പിൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു ഈ സിജോസ് കറിയയുടെ, അത് ഒന്ന് പരിശോധിക്കണം എന്ന് മാത്രമാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. അതല്ലാതെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ സിജോസ് കറിയാണ് എന്ന് അവർക്ക് ഉറപ്പിക്കാനോ സംശയം ദൂരീകരിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. അത് നടക്കുകയും വേണം. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബീഹാറിൽ നീറ്റ് പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ 9 പേർ അറസ്റ്റിൽ. ലഖിസാരയിലാണ് സംഭവം. യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് പകരം ഇവർ പരീക്ഷ എഴുതിയതായാണ് പോലീസ് പറയുന്നത്. UP-യിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയിൽ നിന്ന് സിം കാർഡും പഴയ ചോദ്യപേപ്പറും കണ്ടെത്തി വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരികയാണ്. അതേസമയം നീറ്റ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിനുള്ള നടപടികൾ തുടങ്ങിയതായി NTA അറിയിച്ചു. ഈ മാസം അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കാനാണ് ശ്രമം. പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്തിൽ ഈ ഗ്രാമസ്വരാജ് വഴിയുള്ള പണമിടപാടുകളിലെ ക്രമക്കേടിൽ 3 പേർ അറസ്റ്റിൽ. ടെക്നിക്കൽ അസിസ്റ്റന്റ് ദിവ്യയുടെ ഭർത്താവ് രാമകൃഷ്ണൻ, ബന്ധു സുശീല എന്നിവരാണ് അറസ്റ്റിലായത്. 13 ലക്ഷം രൂപ ഇവർ പഞ്ചായത്തിൽ നിന്ന് തട്ടിയെടുത്തു എന്നാണ് കേസ്. 17 അനധികൃത ഇടപാടുകളിലൂടെ ഒരു പ്രതിയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്കാണ് പണം മാറ്റിയതാണ് കേസ്. പഞ്ചായത്തിലേക്ക് ഇന്ന് BJP-യുടെ മാർച്ച് നടക്കും. കണ്ണൂരിൽ വധശ്രമക്കേസിൽ ജയിലിൽ കഴിയുന്ന വ്യക്തിയെ ഭാരവാഹിയായി തെരഞ്ഞെടുത്ത DYFI. TCV നന്ദകുമാറിനെയാണ് DYFI സമ്മേളനത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് ട്രഷററാക്കിയത്. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് ഇയാൾ. BJP പ്രവർത്തകൻ CK രാമേന്ദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി കൂടിയാണ് ഇയാൾ. സമ്മേളനത്തിൽ വെച്ച് ജയിലിൽ കഴിയുന്ന മുൻ ബ്ലോക്ക് സെക്രട്ടറി VK നിഷാദിന്റെയും TCV നന്ദകുമാറിന്റെ സന്ദേശവും വായിച്ചു. 2 ദിവസത്തെ ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലാണ് യോഗം. ചൈനീസ് പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി വാങ് യി യോഗത്തിൽ പങ്കെടുക്കും. അജിത് ഡോവലുമായി വാങ് യി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. സുരക്ഷാ ഭീഷണികളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്കിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഫിഫ ലോകകപ്പിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ഒന്നിക്കാം എന്ന മുദ്രാവാക്യമുയർത്തി ഫുട്ബോൾ പ്രദർശന മത്സരം. AIYF കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മത്സരം. യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തി കായിക രംഗത്തേക്ക് കൊണ്ടുവരാനാണ് പ്രദർശന മത്സരം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. പ്രദർശന മത്സരം ഗോകുലം FC ക്യാപ്റ്റൻ ബിപിൻ ബോബൻ ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ സെക്രട്ടറി KR റനീഷ് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. നമുക്കിനി ന്യൂസ് 8ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. കൊല്ലം കടയ്ക്കൽ സ്വദേശികളായ വിഷ്ണു, സൗമ്യ എന്നിവരുടെ മകൾ ഹൃദ്യ S. വിഷ്ണുവിന്റെ 1-ാം പിറന്നാളാണ് ഇന്ന്. ഹൃദ്യയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഓച്ചിറ ചങ്ങൻകുളങ്ങര സ്വദേശികളായ ജയേഷിന്റെയും ശ്യാമയുടെയും മകൾ ധ്രുവികയുടെ 5-ാം ജന്മദിനം. ആശംസ നേടുന്നത് സഹോദരൻ ധ്രുവിക്ക്, അജയ് വിഹാർ എന്നിവർ. നമുക്കിനി ഫുട്ബോൾ ലോകകപ്പ് വിശേഷങ്ങൾ കാണാം. എൽദോ പോൾ ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.